ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ വീക്കിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് കർക്കിടകം 1 അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയോ? എന്തൊക്കെയാണ് പരിപാടികൾ? കർക്കിടക മാസമായിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ നമ്മുടെ കർക്കിടകം 1 വ്ലോഗ് മൺഡേ ആയിരിക്കുള്ളൂ വരുന്നത്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം സുജി പാറു എന്ന് പറയുന്നൊരു സഹോദരിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കർക്കിടകം ക്ലീനിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് നല്ല ടയേർഡ്നെസ്സും അതുപോലെ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് കാണിക്കുന്നുണ്ട്. നേരത്തെയും അങ്ങനെ എനിക്ക് ടയേർഡ്നെസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൺഫേം ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കർക്കിടകത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നും സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോയും എടുത്തിട്ടില്ല. മാത്രമല്ല നമ്മുടെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് ഇടാനും പറ്റിയിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മുടെ വീട് ഡീപ് ക്ലീനിങ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നെങ്കിൽ തലേ ദിവസം വീടൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് മോപ്പ് ചെയ്ത് എടുക്കാറേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം എനിക്ക് വരത്തില്ല. കാരണം 2-3 ആഴ്ച മുന്നെയാണ് നമ്മൾ വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ്. പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കർക്കിടക മാസം ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ ആടി മാസം എന്ന് പറയും. നാട്ടിലത്തെ കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ അന്നാണ് ഇവിടുത്തെ ആടി മാസവും തുടങ്ങുന്നത്. അപ്പോൾ ഇന്നാണത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി മൺഡേ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. പിന്നെ ഞങ്ങളാണെങ്കിൽ കർക്കിടക മാസത്തിൽ നോൺ വെജ് കഴിക്കത്തില്ല കേട്ടോ. ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കുള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. കർക്കിടക കഞ്ഞിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് അതിൻ്റെ കൂട്ടും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമുക്കിവിടെ ചെന്നൈയിൽ ഓർഗാനിക് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കിട്ടുന്നുണ്ട് ഈ റെഡ് റൈസ്, മാപ്പിളൈ സാമ്പാർ റൈസ്, കറുപ്പ് കവനി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓർഗാനിക് ആയിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിലുള്ള കഞ്ഞിയാണ് ഞാൻ കൂടുതലും വെക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എല്ലാ ദിവസവും രാവിലെ വിളക്ക് വെക്കും, രാമായണം കേൾക്കും. ഞാനങ്ങനെ ഇതുവരെ രാമായണം ഒന്നും വായിച്ചിട്ടൊന്നുമില്ല. നാട്ടിലെ അമ്മയാണെങ്കിൽ രാമായണമൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഇതുവരെ രാമായണം ഒന്നും വായിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ TV-യിൽ ഞാൻ മറക്കാതെ തന്നെ വെച്ച് കേൾക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലും കേൾക്കാറുണ്ട്. പിന്നെ 2 നേരം ഉറപ്പായിട്ടും വിളക്ക് വെക്കും. പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് വിളക്ക് വെപ്പിക്കും കേട്ടോ. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിലെ എൻ്റെ ആചാരങ്ങൾ. പിന്നെ ഇവിടെ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഫോളോ ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ നാട്ടിലൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വീട്ടിൽ വിളക്കൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണൊന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കർക്കിടക 1 വ്ളോഗ് ഷെയർ ചെയ്യൂലേന്ന്. കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള റുട്ടീൻ തന്നെയാണ്. ചെറിയ 1-2 മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡ് റുട്ടീനിൽ ചെറിയൊരു വ്യത്യാസം വരുത്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിലും നമ്മൾ രാവിലെ തന്നെ നടക്കാനൊക്കെ പോയ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കാനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നടക്കാൻ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. ഏകദേശം 1 ആഴ്ചയ്ക്ക് മേലെ ആയി ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒന്ന് എടുത്ത് പറഞ്ഞത്. ഇന്ന് എന്തായാലും വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. പിന്നെ ഫിഷൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പോയി കുളിച്ചതിന് ശേഷമാണ് പിന്നെ അടുത്ത് കിച്ചണിലേക്ക് കയറുള്ളൂ, മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് രാത്രിയുള്ളൊരു റൊട്ടീനാണെന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വീട്ടമ്മമാരുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന 10 ചിന്തകളെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീട്ടമ്മയായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു കുടുംബത്തെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെ മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ ശക്തിയായ ഒരു വീട്ടമ്മ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം സ്ട്രോങ് ആവില്ല. പലതരത്തിലുള്ള ഇമോഷൻസിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അല്ലേ. ഒരു വീട്ടമ്മയുടെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ അതേസമയം നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ വിഷമങ്ങൾ കരുതാനും മറ്റുള്ളവർ ശ്രമിച്ചു എന്ന് വരത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ തന്നെയാണ് കൂടെ ഉള്ളത്. എന്നാലും ഏകദേശം ഒരു 80% വീട്ടമ്മമാർക്ക് വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വില തരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി വീട്ടമ്മമാരെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വീട്ടമ്മമാർക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ
ആരും നമ്മളെ വിലമതിക്കുന്നില്ലെന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്താണ് ഇത്തരം ചിന്തകൾ നമുക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വിലയുണ്ടെന്നും അതുപോലെ വീട്ടിലെ ഓരോ ജോലിയും കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിന്റെ അടിത്തറയാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേട്ടാ. കാരണം നമ്മുടെ വീട്ടിലെ പണികൾ നമ്മൾ തന്നെ ചെയ്താലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമുക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കാരണം ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണല്ലേ. ഇപ്പോൾ എൻ്റെ സാഹചര്യങ്ങളായിരിക്കില്ല നിങ്ങളുടേത്, അല്ലെങ്കിൽ വേറൊരാളുടേതായിരിക്കില്ല മറ്റുള്ളവരുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും അധികം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കട്ടോ. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നോക്കാതെ ഉള്ളതിൽ നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരും. ഒന്നുമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാൻ നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ നമ്മൾ തൃപ്തരാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഓരോ വീട്ടമ്മമാരുടെയും ജീവിതം വ്യത്യസ്തമാണെന്ന് മാത്രം ഓർക്കുക. അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യവും എൻ്റെ സന്തോഷവും എൻ്റെ മാത്രം ഉത്തരവാദിത്വവും അതിൻ്റെ പ്രാധാന്യം എനിക്ക് മാത്രമാണുള്ളതെന്ന് എപ്പോഴും ചിന്തിക്കേട്ടാ. സ്വയം ശ്രദ്ധിക്കുന്നത് സ്വാർത്ഥതയൊന്നും അല്ല, അതൊരു ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ടൊക്കെയാണ് സ്വയം സംരക്ഷിക്കാതെ അല്ലെങ്കിൽ സ്വയം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ടിരുന്നതല്ലേ. പക്ഷെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ജീവിതത്തിൽ ലൈഫിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, അതുപോലെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി, ഇപ്പോൾ പഴയതുപോലല്ല, എനിക്കിപ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാനായിട്ട് നേരമില്ല എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റിലൊക്കെ അറിയിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അങ്ങനെ കൂടെ വന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒന്നിനും ആരും വരത്തില്ല. പക്ഷേ നമ്മൾ എല്ലാവരെയും അത് ചെയ്യേണ്ടി വരുമല്ലോ. നമ്മളൊരു കുടുംബത്തിൻ്റെ നാഥയായി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെ ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നമ്മളിൽ പലരും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ നമ്മൾ എന്തോ വലിയൊരു കുറ്റം ചെയ്ത പോലെ നമ്മൾ തന്നെ നമ്മളെ സ്വയം പഴിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ ലോകത്ത് എല്ലാവരും എല്ലാം പഠിച്ചിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ഇപ്പം ഞാനൊക്കെ തന്നെ എന്തോരം തെറ്റുകളാണ് ദിവസേന ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു 20 മിനിറ്റ്സ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലേ. നിങ്ങൾ പോലും അറിയാതെ ഈ വീഡിയോയിൽ കാണാതെ എന്തോരം തെറ്റുകളായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ ഒരിക്കലും അത് നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ട് നടക്കാതെ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഇല്ലല്ലേ, തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്താനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളുകയും വേണം. പിന്നത്തെ കാര്യം, എല്ലാ ദിവസവും പൂർണ്ണത ആവശ്യമില്ല. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കുമല്ലേ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ രാവിലെ നമ്മൾ ഉറക്കെഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ അസ്വസ്ഥതകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമ്മതിച്ചൊന്നും വരത്തില്ല. ചില ദിവസങ്ങളിൽ എനിക്കാണെങ്കിലും ഭയങ്കര ക്ഷീണമാണ്. ഞാനും വിചാരിക്കാത്ത അത്ര രീതിയിലുള്ള ഉറക്കമൊക്കെ ആയിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം. എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവ് ആവണം, പൂർണ്ണമായിട്ടിരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേട്ടാ. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളത്തെ ദിവസം നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ളത് ദൃഢനിശ്ചയം എടുക്കുക. നാളെയും ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ മറ്റന്നാളത്തെ ദിവസം. പക്ഷേ ഇതിങ്ങനെ മാറി മാറി ദിവസങ്ങൾ കൂടി പോകാതിരുന്നാൽ മാത്രം മതി. കാരണം ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ മടി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും പഠിക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പ്രായം അതിനൊരു പ്രശ്നമല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലേ. നമ്മളിൽ പലരും സോഷ്യൽ മീഡിയ ഉപയോഗമുള്ള കാര്യത്തിനായിരിക്കില്ലല്ലേ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാരുടെ ഇഷ്യൂസ് നോക്കാനും നെഗറ്റീവ് കാര്യങ്ങൾ കാണാനും എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകൾ നോക്കാനും ഒക്കെ ആയിരിക്കും അല്ലേ. ആ ഒരു ടൈം നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താലോ. അപ്പോൾ വീട്ടമ്മയാണെന്ന് കരുതിയിട്ട് അയ്യോ എനിക്ക് ഇത്രയും പ്രായമായി, എനിക്ക് ഇനിയിപ്പോൾ ഒന്നും പഠിക്കണ്ടെന്നും പറഞ്ഞിരിക്കും
ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലൊന്ന് കുറച്ച് സമയം സ്ക്രോൾ ചെയ്താൽ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് കൂടുതലും. നല്ല നല്ല ബുക്സുകൾ വായിക്കാം. ബുക്സ് വഴി നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ശക്തയാണ് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വളരെ സ്ട്രോങ് ആണെന്നുള്ളത് ഒരു അഫർമേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിലുള്ള പല വെല്ലുവിളികളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഇതിൽ പല പോയിന്റ്സും ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതൊന്നും അല്ല. വളരെ പതിയെ സ്ലോ ആയിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിച്ച് പതിയെ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ സക്സസ് ആയിട്ടും എനിക്ക് വന്നിട്ടുമുണ്ട് കേട്ടോ. ലൈഫിൽ കുറേ അധികം ചേഞ്ചസ് വന്നത് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഫോളോ ചെയ്തതിന് ശേഷമാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞ ഐ ആം സ്ട്രോങ് എന്ന് പറയുന്ന ആ ഒരു അഫർമേഷൻ. അടുത്തത്, എൻ്റെ സ്വപ്നങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കുടുംബത്തെ നോക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ഞാൻ സമയം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കട്ടെ. ഇത് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് ഫോളോ ചെയ്യാനും പഠിക്കണം. കാരണം വീട്ടമ്മയാണെന്ന് എഴുതിയിട്ട് നമുക്ക് സ്വപ്നം കാണാൻ പാടില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലേ. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ആവണമെന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതായിരിക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ യൂട്യൂബിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളെപ്പോലുള്ള കുറേ ആളുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബത്തെ നോക്കണം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നമ്മൾ ഇതിനൊക്കെ സമയം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടുകാർക്കും നമുക്കും വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വയ്ക്കുക. ഇതിനൊരു കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങളും കൂടി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ സ്വപ്നങ്ങൾ കാണാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതൊക്കെ നേടിയെടുക്കാനും ശ്രമിക്കുക കേട്ടോ. നമ്മൾ തീവ്രമായിട്ട് എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല കേട്ടോ. എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദിയുള്ള മനസ്സ് സന്തോഷം വർദ്ധിപ്പിക്കുകയും ഓരോ ദിവസവും നന്ദി പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഓർത്തെടുക്കുകയും വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ നല്ലൊരു വീടുണ്ട്, എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, പിന്നെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും നന്ദി പറയുന്ന കാര്യമാണ്. അത് ഞാൻ എപ്പോഴും ഓരോ ജോലികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഒരു സമയമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പ്രെയർ ചെയ്യുന്ന സമയത്തും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയാനായിട്ട് 3 കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കുള്ള കാര്യങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടോ. ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ലാസ്റ്റ് പോയിൻ്റാണ്. ഇതാണ് എല്ലാ വീട്ടമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതും. ഞാൻ ഇത്ര മതി, ഞാൻ ഇനഫ്, ഐ ആം ഇനഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടോ. ഞാൻ ഇത്രയും മതി എന്നുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം ലഭിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ മൂല്യം കുറയുന്നില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. അതായത് ആരെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരിക്കാം, നമ്മളെ പലതും പറയുമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് മതി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളെ തളർത്താനായിട്ട് ആർക്കും പറ്റത്തില്ല. നമ്മളെ നമ്മൾ തന്നെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് ഈ ഒരു വാക്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ പറയുക, ഐ ആം ഇനഫ് എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് ആരെ പോലെ ആവാൻ പറ്റത്തില്ലല്ലേ. നമ്മൾ മിക്കവാറും എല്ലാവരും മറ്റുള്ളവരെ കണ്ട് കോപ്പി അടിക്കാനും മറ്റുള്ളവരെ പോലെ ആവാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും മറ്റുള്ളവരെ പോലെ ആവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വഭാവമൊക്കെ തന്നെ ആയിരിക്കുള്ളൂ നമുക്കുള്ളത്. പിന്നെ മാറ്റങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുവരണം. മറ്റുള്ളവരിൽ നിന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും പഠിക്കാൻ പറ്റും, കുടുംബാംഗങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റും, ഈവൻ നമ്മുടെ മക്കളിൽ നിന്ന് പോലും കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവണം നമ്മളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയൊക്കെയാണ്, ഇത് ഈ ഒരു എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത്രയും 10 പോയിന്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും
എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് കാര്യം പറയാനോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് വീട്ടമ്മമാര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സങ്കടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവരൊക്കെ വിഷമിക്കുന്നത് അവരുടെ കാര്യങ്ങൾക്കായിരിക്കില്ല, കുടുംബത്തിലെ ഹസ്ബൻഡിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലോ ഒക്കെ ആയിരിക്കുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഈ മക്കളും ഭർത്താവും ഒക്കെ ആണെങ്കിലോ അവരൊക്കെ ഹാപ്പിയാണ് താനും. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതോടൊപ്പം തന്നെ ഇമോഷണൽ ബാലൻസും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒരു സുപ്രഭാതത്തിലൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ല കേട്ടോ. വളരെ പതിയെ പതിയെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ സ്നേഹവും അധ്വാനവും കരുതലും ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക കേട്ടോ. സ്വയം വിശ്വസിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും വിലപ്പെട്ടതാണെന്ന് ഓർക്കുക. നമ്മളിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ പല പോയിന്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏത് പോയിന്റാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഡ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വന്നിട്ട് വിളക്കൊക്കെ വെച്ചത്. ഞാനൊരു 6 മണി അല്ലെങ്കിൽ 6:15 ആകുമ്പോൾ വിളക്ക് വെക്കും. അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്, ഒരു 6:45 ആകുമ്പോൾ ഞാൻ വിളക്ക് പൂ വെച്ചിട്ടാണ് കെടുത്തി വെക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ സാമ്പ്രാണി തിരി വെച്ചിട്ട് കെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് ഒരു സഹോദരി ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർത്തത് എത്ര മണിക്കൂർ കത്തിക്കുമെന്നാണ്, പക്ഷെ എത്ര മണിക്കാണ് വിളക്ക് കത്തിക്കുന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6:15 അല്ലെങ്കിൽ 6:30 ഒരുപാട് നേരത്തെ ഇരുട്ടുന്ന ദിവസങ്ങളിലാണെങ്കിൽ 6 മണിക്കൊക്കെ വിളക്ക് വെക്കാറുണ്ട്. പിന്നെ ആമിയെ ഹോംവർക്കൊക്കെ എഴുതിപ്പിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവളുടെ കൂടെ ഞാൻ ഇരുന്നാലേ പറ്റുള്ളൂ. ചില സമയത്താണെങ്കിൽ തനിയെ എഴുതിക്കോളും, എന്നാലും ചില സമയത്ത് ആവശ്യമില്ലാതെ വാശിയും ദേഷ്യമൊക്കെ കാണിക്കും. പിന്നെ ഞാനും ആമിയും മാത്സും തമ്മിൽ ചേരത്തില്ല. നമ്മൾ 3 പേരും നല്ല വഴക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. തമിഴും ഏകദേശം എനിക്കിപ്പോൾ ഇവളെ പഠിപ്പിച്ച് അറിയാം കേട്ടോ. പിന്നെ ഇവളിപ്പോൾ ട്യൂഷനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൂടുതൽ ടാസ്ക് ഉണ്ട്. പിറ്റേ ദിവസത്തേക്കുള്ള വള്ളിപ്പയറും അച്ചിങ്ങ പേരല്ലേ, അതും ചുവന്ന ചീരയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഞാനിത് ഒരാഴ്ചത്തേക്കുള്ളതാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഹസ്ബൻഡ് 2 കെട്ടാണ് മേടിച്ചിട്ടുണ്ടാകുന്നത് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് ഇത് ഒന്ന് വെള്ളമൊക്കെ വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9-9:30 ആയപ്പോഴേക്കാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തത്. ഞങ്ങളൊരു 10 മണിയാകുമ്പോഴേക്കും കിടക്കും. ഞാൻ ചിലപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ 11 മണിയൊക്കെ ആകും കേട്ടോ. എന്തായാലും ആമി 10 മണിക്ക് തന്നെ ഉറങ്ങും, ഹസ്ബൻഡ് ഉറങ്ങും. ഹസ്ബൻഡിന് ജോലി ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നൈറ്റ് റൂട്ടീൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ കർക്കിടകം വിശേഷങ്ങളായിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.